ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു മധുര പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് തൈര്, തേങ്ങ, ചുമന്നുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, കടുക്, പിന്നെ കടുക് താളിക്കാൻ വേണ്ടുന്ന ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ഇനി നമുക്ക് ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിലേക്കിട്ട് പച്ചമുളകും കറിവേപ്പിലയും അല്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ച് ഇത് വേവിച്ചെടുക്കാം. പഴുത്ത ഏത്തയ്ക്ക ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. മധുരപ്പച്ചടിയൊക്കെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരൈറ്റമാണ്. പക്ഷേ നമ്മളിപ്പം നമ്മുടെ വീട്ടിലേക്ക് ഉച്ചയൂണിന് വേണ്ടിയാണിത് തയ്യാറാക്കുന്നത്. ഏത്തയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും കുറച്ച് കടുകും ജീരകവും ചുമന്നുള്ളിയും ചേർത്ത് അരച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ ഏത്തയ്ക്കയുടെ കൂട്ട് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ചൂടോടുകൂടി ഒഴിച്ചാൽ തൈര് പിരിഞ്ഞു പോകും. നമ്മൾ മധുരപ്പച്ചടിക്കൊക്കെ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഈ സമയം നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കടുക് വറുത്തിടാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഒരു നുള്ള് ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ച് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് പച്ചടി പല രീതിയിൽ തയ്യാറാക്കാം. നമ്മൾ മധുരപ്പച്ചടി പൈനാപ്പിളൊക്കെ വെച്ചുണ്ടാക്കാറുണ്ട്. വളരെ നല്ലതാണ്. ഒരു ദിവസത്തേക്കൊക്കെ ഉള്ളത് വേണം ഉണ്ടാക്കാൻ. പച്ചടിയൊന്നും നമ്മൾ ഒരുപാട് ദിവസം വെച്ച് കഴിക്കുന്നതിന് അത്ര ടേസ്റ്റ് കാണില്ല. നമുക്ക് അന്നൊന്നുണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വിഭവമായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഇപ്പം കടുക് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.